ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 5 പേരടങ്ങുന്ന ഒരു ബാലറീന അവരുടെ ഒരു ഷോയുടെ ഭാഗമായിട്ട് എല്ലാവരും ഒരു ബസ്സിൽ യാത്രയാണ്. പെട്ടെന്ന് കാടിനകത്ത് വെച്ച് ആ ബസ് ബ്രേക്ക് ഡൗൺ ആവുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ സഹായത്തിന് വേണ്ടിയിട്ട് അവര് ഈ കാടിനുള്ളിലെ ഒരു വിചിത്ര ഹോട്ടലിനകത്തേക്ക് കയറുകയാണ്. അതിനുള്ളിൽ കയറിയതിനു ശേഷമാണ് അവർക്ക് മനസ്സിലാവുന്നത് അതൊരു സാധാരണ ഹോട്ടലല്ലാന്ന്. അതിനുശേഷം സാധാരണ ബാലറീന നർത്തകിമാരായിട്ടുള്ള ആ 5 പെൺകുട്ടികള് അതിനുള്ളിലെ അപകടങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് ആദ്യം മുതൽ അവസാനം വരെയും വളരെ ഇൻട്രസ്റ്റിംഗോടെ ഒരു നിമിഷം പോലും നമ്മളെ ബോറടിപ്പിക്കാതെ സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണ് 2026 പുറത്തിറങ്ങിയ പ്രിട്ടി ലെതൽ എന്ന് പറഞ്ഞൊരു ആക്ഷൻ ത്രില്ലർ മൂവി. അപ്പൊ ഈ മൂവിയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം ഒന്ന് മെൻഷൻ ചെയ്യാം. ഈ ഓരോ സിനിമകളും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അത് പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാം. ഇപ്പൊ സമയമെടുത്ത് പതിയെ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരാം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. ഇത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല, ചിലരത് മനസ്സിലാക്കത്തില്ല, അതുകൊണ്ട് മാത്രമാണ് ഒന്ന് മെൻഷൻ ചെയ്തത്. അപ്പൊ ഈ കഥ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ അധികം താമസിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. അപ്പൊ ഈ കഥ തുടങ്ങുന്നത് ലോസ് ഏഞ്ചലസിലാണ്. അവിടെയാണ് ഒരു ബാലെ ഗ്രൂപ്പ് നർത്തകരായിട്ടുള്ള ബോൺസ്, പ്രിൻസസ്, ഗ്രേസ്, സോ, ക്ലോയി. ഇതിൽ ഗ്രേസ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരിയാണെന്ന്. അതേപോലെ തന്നെ പല രാജ്യങ്ങളിലുള്ള ഓരോ ആക്ടേഴ്സിനെയാണ് ഇതിൽ അഭിനയിപ്പിച്ചിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും മില്ലിസെന്റ് സിമൻസ് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസും കൂടിയുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ക്വയറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിനിമ ഉണ്ടല്ലോ, അതിലെ ചെവി കേൾക്കാൻ കഴിയാത്ത ആ ഒരു പെൺകുട്ടി, പുള്ളിക്കാരിയും ഈ ഗ്രൂപ്പിൽ ഒരാളാണ്. അപ്പൊ ഈ കഥയിൽ അവളുടെ പേര് കോൾ എന്നാണ്. സത്യത്തിൽ ആ ഒരു പെൺകുട്ടിക്ക് ചെവി കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് ഇതിലും അതുപോലെ തന്നെയാണ്. സോയി എന്ന് പറഞ്ഞിട്ട് ഇതിലെ മറ്റൊരു ഹീറോയിന്റെ സഹോദരിയായിട്ടാണ് അവൾ ഇതിൽ അഭിനയിക്കുന്നത്. അങ്ങനെ തുടക്കത്തിൽ തന്നെ കാണിക്കുമ്പോൾ ഇവർ 5 പേരും അവരുടെ ആ ഒരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ടല്ലോ അതിപ്പോ ചെയ്യാണ്. അങ്ങനെ ആ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിലെ ബോൺസ് എന്ന് പറഞ്ഞാൽ അതെ ഇതാണ് ഈ കഥയിലെ പ്രധാന നായിക എന്ന് വേണമെങ്കിൽ പറയാം. 5 പേര് നായികമാര് തന്നെയാണ്. എന്നാലും ഇതിൽ കുറച്ചുകൂടി മുഖ്യത്വം കൊടുത്തിട്ടുള്ളത് ബോൺസിനാണ്. അങ്ങനെ ഇവര് ഡാൻസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ പ്രിൻസസ് എന്ന് പറഞ്ഞതേ ഇവളുണ്ടല്ലോ, ഇവളും ബോൺസും ഇവർ തമ്മിൽ ഒരിക്കലും ഒത്തു പോകത്തില്ല. കാരണം ഇവർ തമ്മിൽ എപ്പോഴും വഴക്കാണ്. അതേപോലെ തന്നെ ഡാൻസിനിടയിൽ രണ്ടുപേരും പരസ്പരം തെറ്റിക്കും. എന്താണെന്ന് വെച്ചാൽ ഡാൻസ് കളിച്ചു വരുമ്പോഴത്തേക്കും രണ്ടുപേരും പരസ്പരം കൊണ്ട് ഇടിക്കും. അതും പറഞ്ഞിട്ട് രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടുന്നുണ്ട്. അപ്പോൾ ഈ ടീമിൽ ഒത്തുപോകാത്ത 2 പേരുണ്ടെങ്കിൽ അത് ഇവര് 2 പേരും മാത്രമാണ്. അങ്ങനെ ഇവര് 2 പേരും തമ്മിലുള്ള ആ ഒരു വഴക്ക് കാരണം ബോൺസിന് നല്ല ദേഷ്യം വന്നിട്ട് പ്രിൻസസ് സംസാരിച്ച് അടുത്തേക്ക് വരുമ്പോൾ അവളുടെ മൂക്കിന് നോക്കി ഒരു ഒറ്റയിടി. അങ്ങനെ ഇത് കണ്ട ഇവരുടെ പരിശീലകയായിട്ടുള്ള തോർണ അവരിപ്പോ ബോൺസിനടുത്തേക്ക് വന്നിട്ട് ബോൺസിനോട് പറയും, നിനക്കറിയാലോ പ്രിൻസസിന്റെ അമ്മയാണ് നമ്മുടെ ഈ ഒരു ഡാൻസ് ഗ്രൂപ്പിന്റെ തന്നെ സ്പോൺസർ ചെയ്യുന്നത്. അതുകൊണ്ട് അവളോട് അധികം വഴക്കിടാതിരിക്കുന്നതാണ് നല്ലത്. അതുമല്ല ഇപ്പൊ നമ്മൾ നടത്താൻ പോകുന്ന ഈ ഒരു ഷോ അതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിൽ കുറച്ച് സീരിയസ് ആവണമെന്നെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവർ 6 പേരും നമ്മുടെ പരിശീലകയായിട്ടുള്ള തോർണ ഉൾപ്പെടെ ഇവർ 6 പേരും ഫ്ലൈറ്റില് ബുഡാപെസ്റ്റിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവാണ്. കാരണം അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നത്. അങ്ങനെ വിമാനം ഇറങ്ങിയതിന് ശേഷം അവരെ അവിടേക്ക് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയുണ്ട്, ഒരു മിനി ബസ്. അതിലെ ഒരു കാടിനുള്ളിലൂടെ ഇവരവിടേക്ക് കൊണ്ടുപോവാണ്. അതും ഒരു പഴയ ബസ്. അങ്ങനെ ആ ഒരു ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ കാടിന് നടുവിൽ വെച്ചിട്ട് ബസ്സിന് എന്തോ ഒരു പ്രശ്നം വരുന്നു. അങ്ങനെ ഡ്രൈവർ വെളിയിലേക്ക് ഇറങ്ങിയ ആ ഒരു ബസ് ശരിയാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ വെളിയിൽ ഇറങ്ങിയ തോർണ ഈ പ്രോഗ്രാം നടത്തുന്ന ആ ഒരു സംഘാടകരെ വിളിച്ചിട്ട് അവരോട് പറയുന്നുണ്ട്, ഇല്ലല്ല നിങ്ങൾ ഷോ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ വരുന്ന വഴിക്ക് ചെറിയൊരു പ്രശ്നം, എന്റെ ഡാൻസേഴ്സ് നാളെ തന്നെ അവിടെ ഉണ്ടാവും, ഞാൻ ഉറപ്പ് തരുന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു ഡ്രൈവർ ആണെങ്കിലോ പഠിച്ച പണി നോക്കിയിട്ടും ഈ ബസ് എന്തായാലും ശരിയാക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോഴേക്കും തോർണ അകത്തേക്ക് കയറിയിട്ട് ഇവരോട് പറയും, ഗൈസ് നമ്മുടെ ഈ ബസ്സിനകത്ത് തന്നെ നിന്ന് കഴിഞ്ഞാല് നമുക്കൊരിക്കലും ഷോ നടത്താൻ കഴിയത്തില്ല, അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ബാഗെല്ലാം എടുത്ത് നമുക്ക് നടക്കാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അടുത്തുള്ളൊരു വഴിയെ നടന്നു പോവാണ്. അപ്പോഴാണ് കാണിക്കുമ്പോൾ ആ ഒരു ബസ്സിലെ ഡ്രൈവർ ഉണ്ടല്ലോ അയാള് ഒരു പ്രത്യേക രീതിയിൽ അതും മനഃപൂർവ്വം ഈ ഒരു ബസ് അവിടെ നിർത്തിയതുപോലെ അയാളുടെ മുഖം കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഏതോ ഒരു വഴിയെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഇവിടെ അടുത്തായിട്ട് വലിയൊരു ഹോട്ടലുള്ള കാര്യം അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് സഹായം ചോദിക്കാന്ന് പറഞ്ഞു ഇവരെല്ലാവരും കാടിന് നടുവിലുള്ള ആ ഒരു ഹോട്ടലിലേക്ക് പോവാണ്. അതുമല്ല വെളിയിലാണെങ്കിൽ നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു പഴയ ഹോട്ടലുണ്ട്. അതിന് വെളിയിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ഒരു ജോലിക്കാരൻ നടന്നു വരുന്നു. അവനോട് ഇവർ കാര്യം പറയും, ഞങ്ങൾ ഇതുപോലെ വഴിതെറ്റി വന്നതാണ്, ഞങ്ങൾക്ക് സഹായം വേണം, നിങ്ങൾക്ക് ഇവിടെ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ജോലിക്കാരൻ ഇല്ല നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കുന്നു. വേറെ ഒന്നുമല്ല, അവന് സംസാരിക്കാൻ കഴിയത്തില്ല.
അപ്പോഴാണ് ഈ ഹോട്ടലിന് വെളിയിൽ വേറെ ഒരുത്തനുണ്ട്. അവൻ വന്ന ആ ഒരു ജോലിക്കാരനെ മാറ്റി നിർത്തിയിട്ട്, സോറി അവന് സംസാരിക്കാൻ കഴിയത്തില്ല, അവൻ എങ്ങനെയാണ് പെരുമാറുന്നത് എപ്പോഴും, എന്താ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ തോർണ ഇതുപോലെ അവർക്ക് സംഭവിച്ച ആ ഒരു കാര്യം പറയുന്നതും ആ മുടിയൻ പറയും, ഓക്കെ നിങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറി ആരും നനഞ്ഞു നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അകത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പൊ ഇവരുടെ പ്ലാൻ എന്താണ്? ഇതിനകത്തേക്ക് വന്നിട്ട് ഡ്രസ്സെല്ലാം മാറി ഒരു ക്യാബോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി ഇവിടെ നിന്ന് വിളിക്കാം എന്നാണ് ഇവരെല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അത്യാവശ്യം വലിയൊരു ഹോട്ടലാണ്, അതേപോലെ തന്നെ നല്ല പഴക്കമുണ്ട്. ഇപ്പൊ അതിനകത്തും ഈ ബാലറീന ഡാൻസേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. കൂടാതെ ഒരു പയ്യൻ അവിടെ സ്റ്റേജിൽ നിന്ന് പാടുന്നു. അപ്പോഴാണ് അവിടെ റിസപ്ഷനിൽ നിൽക്കുന്ന ഒരുത്തൻ അവരോട്, ഈ സ്ഥലത്ത് ഇതുപോലെ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതാണ് ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ ബോസ്. അവള് പണ്ട് ഇതുപോലെ ഒരു നർത്തകിയായിരുന്നു. അവളുടെ കാലിന് ഒരു ആക്സിഡന്റ് പറ്റിയതിനു ശേഷം പിന്നീട് ഒരിക്കലും അത് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നെല്ലാം മുട്ടത്തലയൻ നമ്മുടെ ബോൺസിനോട് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ആ ഒരു സ്ത്രീയാണെങ്കിലോ അവര് മുകളിൽ ഇരുന്നിട്ട് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടേക്ക് സോന എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ത്രീ വരികയാണ്. ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരാണ്. അവര് വന്നിട്ട്, അല്ല ഈ സ്ത്രീകളെല്ലാം നനഞ്ഞിരിക്കുവാണല്ലോ എന്ന് വേറൊരു ഭാഷയിൽ പറയുമ്പോൾ ആ മുടിയനുണ്ടല്ലോ അവൻ പറയും, അവർ പറഞ്ഞത് നിങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം നനഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് മാറാനായിട്ട് നിങ്ങൾക്ക് വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് മാറിയിരിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ തോർണ പറയും, ഇല്ല ഞങ്ങൾക്ക് ഉടനെ തന്നെ പോകണം, നാളെ എന്റെ പെൺകുട്ടികൾക്ക് ഷോ ഉണ്ടെന്ന് പറയുമ്പോൾ, ഇല്ല നിങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറയും. അപ്പോൾ തോർണ തന്റെ പെൺകുട്ടികളോട് പറയും, ശരി നിങ്ങൾ എല്ലാവരും വസ്ത്രങ്ങൾ മാറാൻ പറയുമ്പോൾ ഇവർ ഈ ഡാൻസ് കളിക്കുന്ന വസ്ത്രമുണ്ടല്ലോ അതാണ് തൽക്കാലത്തേക്ക് എടുത്തിടുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അവർക്ക് കഴിക്കാനായിട്ട് കുക്കീസ് എല്ലാം വെച്ചു കൊടുക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഹോട്ടലിന്റെ ബോസ് ഉണ്ടല്ലോ ആ സ്ത്രീ അവർ താഴേക്ക് ഇറങ്ങി വരാണ്. അവരുടെ പേര് ദെവോറ എന്നാണ്. അങ്ങനെ അവർ വന്നിട്ട് ഇവരായിട്ട് പരിചയപ്പെടുന്നു. എന്നിട്ട് പറയും, എന്റെ സഹായി എന്നെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും ഷോയിൽ പങ്കെടുക്കാൻ പോകണമെന്ന് പറയുമ്പോൾ, അതെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഷോ ആണത്, അത്രയും ഫേമസ് ആയിട്ടുള്ള നർത്തകിമാരെ മാത്രമേ അവിടേക്ക് ക്ഷണിക്കത്തുള്ളൂ എന്ന് ഇവരും പറയുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് സോന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയോട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. ദെവോറ അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ കുറച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ഹോട്ടലിനകത്തേക്ക് പാഷ എന്ന് പറഞ്ഞ ഒരുത്തനും അവന്റെ 2 സഹായികളും കയറി വരികയാണ്. എന്നിട്ട് ഇവിടെ മദ്യമെല്ലാം ഒഴിച്ചു കൊടുക്കുന്ന ഒരുത്തനുണ്ട്. അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവരോട് എന്തോ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവനൊരു കവർ എടുത്ത് കൊടുക്കും. അതിൽ വേറൊന്നുമല്ല, പണമാണ്. അപ്പൊ ഈ ഒരു ഹോട്ടലിൽ നിന്നും പണം പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ വന്നത്. സത്യത്തില് ഇവനൊരു അച്ഛനുണ്ട്. അയാളുടെ പേര് മാർക്കോവിച്ച് എന്നാണ്. അയാളുടെ മകനാണ് ഇവൻ. അയാളാണെങ്കിലോ പേര് കേട്ട ഒരു വലിയ റൗഡിയാണെന്ന് തോന്നുന്നു. അപ്പൊ തന്റെ അച്ഛന്റെ പേര് പറഞ്ഞിട്ട് അഹങ്കാരം കാണിക്കുന്ന മകനുണ്ടല്ലോ, അതുപോലുള്ള ഒരുത്തനാണ് ഇവൻ. ആ സമയത്ത് നമ്മുടെ കോളുണ്ടല്ലോ, അവൾക്ക് അവളുടെ ചെവിയിൽ വയ്ക്കുന്ന ആ ഒരു ഇയർബഡ് അത് വർക്കാവുന്നോ ഇല്ലയെന്ന് നോക്കുമ്പോഴത്തേക്കും മഴ നനഞ്ഞത് കൊണ്ട് അത് കറക്റ്റ് ആയിട്ട് വർക്കാവുന്നില്ല. അപ്പോൾ കോള് പറയും, എനിക്കൊന്ന് ബാത്റൂമിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു മുടിയൻ പെട്ടെന്ന്, വാ മോളെ നിന്നെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോഴത്തേക്കും തോർണ ഇത് കണ്ടിട്ട്, ഇല്ല സോറി ഞാൻ തന്നെ അവളെ കൊണ്ടുപോകാം, എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ദേ മുകളിലേക്ക് പോയിട്ട് വലതുവശത്തേക്ക് പോയാൽ മതി, അവിടെ ബാത്റൂം ഉണ്ടെന്ന് പറയുന്നതും തോർണ കോളിനെ വിളിച്ചിട്ട് ബാത്റൂമിലേക്ക് പോവാണ്. അപ്പൊ ഇവര് രണ്ടുപേരും നടന്നു പോകുന്നത് പാഷ എന്ന് പറഞ്ഞിട്ട് ആവർത്തുണ്ടല്ലോ, അവൻ കണ്ടിട്ട് ഇവരെ ഒരു വല്ലാത്ത വൃത്തികെട്ട രീതിയിൽ നോക്കുന്നുണ്ട്. അങ്ങനെ തോർണയും കോളും നേരെ മുകളിലേക്ക് നടന്നു വന്നിട്ട് ഇവർ ആ ഒരു ബാത്റൂം ലക്ഷ്യമാക്കി നടക്കാണ്. അങ്ങനെ കോളിനെ ആ ഒരു ബാത്റൂം കാണിച്ചിട്ട് അവളെ അകത്തേക്ക് പറഞ്ഞു വിട്ട് തോർണ വെളിയിലെ തന്നെ നിൽക്കും. ഇവിടെ താഴെ കാണിക്കുമ്പോഴാണെങ്കിലോ ഒരുത്തൻ പിയാനോ വായിക്കുന്നു. അതുമല്ല അവൻ വായിക്കുന്ന ആ ഒരു മ്യൂസിക് ഷുഗർ പ്ലം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക്കാണ്. അപ്പൊ അത് വായിക്കാൻ തന്നെ കാരണം ഇവരെ ഡാൻസ് കളിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പൊ ഇതിൽ സോയി ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്, ഗായ്സ് അവനത് പ്ലേ ചെയ്യുന്ന തന്നെ നമുക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തായാലും നമുക്ക് അവിടെ പോയി പ്രോഗ്രാം ചെയ്യണം, ഇതൊരു പ്രാക്ടീസ് ആയിട്ട് വെറുതെ നമുക്ക് ഡാൻസ് കളിച്ചാലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രേസ് ഉണ്ടല്ലോ ഇന്ത്യക്കാരി, അവൾ അതിന് തയ്യാറായിട്ട് ഗ്രേസും സോയും നേരെ ആ ഒരു സ്റ്റേജിലേക്ക് പോയിട്ട് ഡാൻസ് ചെയ്യാണ്. ഇത് കാണുന്ന പ്രിൻസസ് ആണെങ്കിലോ അവളും എഴുന്നേറ്റ് പോയിട്ട് അവരോടൊപ്പം ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നതും നമ്മുടെ ബോൺസും ഇത് കണ്ട് കുറച്ചു നേരം അവിടെ ഇരിക്കും. അങ്ങനെ അവളും കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് എന്തായാലും പ്രാക്ടീസ് അല്ലേ എന്ന് വിചാരിച്ച് അവളും പോയിട്ട് ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ഇവർ 4 പേരും താഴെ ഡാൻസ് കളിക്കുമ്പോൾ മുകളിൽ നമ്മുടെ കോള് ഇപ്പോഴും ബാത്റൂമിൽ തന്നെ നിൽക്കാണ്. അവളുടെ ഇയർഫോൺ ആണെങ്കിലോ അത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അവൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് തോർണ വെളിയിൽ നിന്നിട്ട് ഈ സ്ഥലമെല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കുറച്ച് മുന്നിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അടുത്തുള്ള റൂമിൽ നിന്നും ആരോ നിലവിളിക്കുന്ന ഒരു ശബ്ദം കേൾക്കും. അങ്ങനെ തോർണ ആ ഒരു മുറിയുടെ ചെറിയ ഹോള് വഴി ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇതിനകത്തുള്ള ദെവോറ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയും അവളുടെ സഹായികളും ചേർന്നിട്ട് വേറൊരുത്തനെ പിടിച്ചു വെച്ച് അവൻ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനി അവനെ ശിക്ഷിക്കുകയാണ്. എന്താന്ന് വെച്ചാല് ടി എന്ന് പറഞ്ഞ ഒരു അക്ഷരം അത് നല്ലതുപോലെ ചൂടാക്കി പഴുപ്പിച്ച് അവിടെ ഇരിക്കുന്നവന്റെ വാ തുറന്നു വെച്ചിട്ട് അവന്റെ നാക്കിലേക്ക് അത് വെച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട തോർണ പെട്ടെന്ന് പേടിച്ചിട്ട്
ഇതെന്തായാലും നല്ലൊരു സ്ഥലമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. എന്നിട്ട് അങ്ങനെ ഓടി നമ്മുടെ കോളിനടുത്തേക്ക് വരികയാണ്. ഓടി വന്ന് ബാത്റൂം തുറന്ന് നോക്കുമ്പോൾ കോളിനെ അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തോർണ അവിടെ നിന്ന് നേരെ താഴേക്ക് ഓടിപ്പോവും. പക്ഷെ നമ്മുടെ കോളാണെങ്കിലോ ഈ ബാത്റൂമിനകത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. തോർണ അത് കാണാത്തതാണ്. അങ്ങനെ തോർണ പെട്ടെന്ന് താഴേക്ക് ഓടി വന്ന് ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് പോവാന്നുള്ള ഒരു കാര്യം പറയാനായിട്ട് വരുമ്പോ പാഷ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവൻ വന്ന് തോർണയെ പിടിച്ചങ്ങ് നിർത്തും. എന്നിട്ട് അവളോട് ഒരു ഉമ്മ ചോദിക്കും. അതുമല്ല അവളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ, ഉപദ്രവിക്കുന്ന രീതിയിൽ അവളെ പിടിച്ചു വെക്കുമ്പോൾ അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ വിടുന്നില്ല. അവസാനം തോർണ മുട്ടുമടക്കിയിട്ട് കാലിന്റെ ഇടയിലേക്ക് ഒരു ഒറ്റ ഇടി കൊണ്ടവൻ മടങ്ങുന്നതും ബോൺസ് പറയും നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. എന്നിട്ട് തോർന്ന് നടന്നു വരുമ്പോൾ പെട്ടെന്ന് അവളുടെ തലയിലേക്ക് ഒരുത്തൻ ഷൂട്ട് ചെയ്യുന്നു. അത് പാഷ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവനായിരുന്നു. തോർണയെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കി അവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയും എന്റെ അച്ഛൻ ആരാണെന്നറിയാലോ, അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ അച്ഛന്റെ പേരും പറഞ്ഞ് അവൻ കിടന്ന് ആളാവുകയാണ്. ഇവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. തോർണയെ കൊന്നതുകൊണ്ട് എല്ലാവരും പേടിച്ചേണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ദേവോറ ഈ ശബ്ദം കേട്ട് അവിടേക്ക് വരുമ്പോ പ്രിൻസസ് ഉണ്ടല്ലോ, അവള് പെട്ടെന്ന് ദേ കണ്ടു, ഞങ്ങളുടെ പരീക്ഷയിലേക്ക് ഇവ ഷൂട്ട് ചെയ്തു, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കണം, എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ചേ മതിയാവുള്ളെന്നല്ല പറയുമ്പോഴത്തേക്കും ദേവോറ പറയും ഓക്കെ ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാം, അതിനു മുന്നേ ഇവരെ എല്ലാവരെയും സേഫായിട്ട് ആ ഒരു മുറിയിലേക്ക് കൊണ്ടിരുത്ത് എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ബോൺസിന് അത്ര വിശ്വാസമില്ല. അതുകൊണ്ട് അവൾ അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം ഓടി ഈ ഒരു ഹോട്ടലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങും. വെളിയിലാണെങ്കിൽ ഒരുത്തൻ നിൽപ്പുണ്ട്. അവൻ കാണാതെ അവൾ മറ്റൊരു വശത്തേക്ക് ഓടിയിട്ട് നല്ല വേഗതയിൽ അങ്ങനെ ഓടിപ്പോകുന്നതും പെട്ടെന്ന് ഒരു ഷവല് കൊണ്ടുവന്ന് അവളുടെ തലയിലേക്ക് ഒരു ഒറ്റയടി. അത് ആ വെളിയിൽ ജോലി ചെയ്യുന്ന ഒരുത്തനുണ്ടല്ലോ, അവനായിരുന്നു. ഇപ്പൊ ആ ഒരു ഹോട്ടലിന്റെ ഡോറ് ദേവോറ അടച്ചിട്ട് ബാക്കി എല്ലാവരെയും മുകളിലത്തെ മുറികളിലേക്ക് കൊണ്ടുപോവാണ്. ഇനിയിപ്പോ അവർ പറയാതെ ഒരിക്കലും ഇവർക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. അതേസമയം നമ്മുടെ കോളിനെ കാണിക്കുമ്പോൾ അവളിപ്പോ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവർ ഈ ഹോട്ടലിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുത്തൻ ആ സ്റ്റേജിൽ നിന്നിട്ട് പാട്ട് പാടിയല്ലോ. അവൻ അവളെ കണ്ടിട്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും കോള് പറയും എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ല, അതേപോലെ തന്നെ പറയുന്നത് കേൾക്കാനും കഴിയത്തില്ല എന്നെല്ലാം അവൾ ആ ഒരു ആംഗ്യ ഭാഷയിൽ അവനോട് പറയുന്നുണ്ട്. അതുമല്ല അവൾക്കും അവന് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഇവര് രണ്ടുപേരും കൈ പിടിച്ചിട്ട് ഏതോ ഒരു മുറിക്കകത്തേക്ക് കയറി പോകുന്നു. അപ്പൊ താഴെ നടക്കുന്ന ഒരു കാര്യങ്ങളും കോൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ബാക്കിയുള്ള 3 പേരെയും ആ ഒരു മുടിയനുണ്ടല്ലോ അവനിപ്പോ താഴേക്ക് കൊണ്ടുപോകുമ്പോൾ ഗ്രേസിനാണെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ആകെ പേടിയായി. പെട്ടെന്ന് അവൾക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. അവളത് പറയുന്നുണ്ട്. അപ്പോഴേക്കാണ് ആ ഒരു മുടിയൻ ഓക്കെ കൂളാവ്, അതിനുവേണ്ടി ഈ ഒരു മുട്ടായി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു മുട്ടായി അവൾക്ക് എടുത്ത് കൊടുക്കും. അവൾ അതെടുത്ത് കഴിച്ചിട്ട് ഇവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് ഇത്തിരി ആശ്വാസമാവുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണിക്കുമ്പോൾ ഇപ്പൊ ദേവോറ ഉണ്ടല്ലോ, അവര് നേരെ പാഷ എന്ന് പറഞ്ഞ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ സഹായികളോട് തോർണയുടെ ശരീരം ഇവിടെ നിന്ന് മാറ്റി അവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ പറയും. അങ്ങനെ അവൻ തന്റെ സഹായികളോട് അതേപോലെ ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പൊ പാഷനെ കൊണ്ട് ദേവോറ അവരുടെ മുറിയിലേക്ക് വന്നിട്ടാണ് ഒരു കാര്യം പറയുന്നത്. ഇനി നിന്റെ അച്ഛൻ വരാതെ നിനക്ക് ഒരിക്കലും ഇവിടെ നിന്ന് പോകാൻ കഴിയത്തില്ല എന്ന് പറയും. അപ്പൊ അവൻ വീണ്ടും അവന്റെ അച്ഛന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാലോ എന്റെ അച്ഛനെ, അതുകൊണ്ട് ഞാൻ ഇതൊന്നും വലിയ കാര്യമാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവൻ ആ ഒരു സ്ത്രീയെ ഷൂട്ട് ചെയ്ത് കൊന്നല്ലോ, അത് CCTVയിൽ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു, അതെടുത്ത് പ്ലേ ചെയ്ത് കാണിച്ചിട്ട് ഓക്കെ ഇനി എന്ത് പറയുന്നു. അതുമല്ല ഇവരാണെങ്കിലോ മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന നർത്തകിമാരാണ്. അവരെ അന്വേഷിച്ച് എന്തായാലും പോലീസ് ഇവിടേക്ക് വരും. അതുകൊണ്ട് അവരുടെ കാര്യം ഞാൻ കൈകാര്യം ചെയ്യാം. അങ്ങനെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ ഇവിടേക്ക് വരണം. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു പണവും തിരിച്ചു തരാൻ പറയുമ്പോൾ അവന് വേറെ വഴിയില്ലാതെ ആ ഒരു പണം തിരിച്ചു കൊടുക്കുകയാണ്. അതേസമയം നമ്മുടെ ബോൺസിനെ കാണിക്കുമ്പോൾ അവളെ ഇവന്മാരടിച്ചിട്ടിട്ട് വീണ്ടും ഈ ഹോട്ടലിനകത്തേക്ക് തന്നെ കൊണ്ടുവരുന്നു. എന്നിട്ട് അവളുടെ കൈയും കാലും കെട്ടിയിട്ട് ഒരു മുറിക്കകത്ത് കൊണ്ടിടുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബോൺസ് കണ്ണുറക്കാണ്. കണ്ണുറന്ന് നോക്കുമ്പോൾ ഗ്രേസ് ഉണ്ടല്ലോ, അവളുടെ അടുത്ത് സോന എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇരിക്കുന്നു. അതുമല്ല ഗ്രേസ് ആണെങ്കിൽ നേരത്തെ കഴിച്ച ഒരു മിഠായി അത് ഡ്രഗ് ആയിരുന്നു. അത് കഴിച്ചതുകൊണ്ട് അവളുടെ കിളി പോയിട്ട് അവരെ പുതുതായിട്ട് കാണുന്നത് പോലെ അവരോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ അവർ ചോദിക്കും ഓക്കെ നിങ്ങൾ അന്വേഷിച്ച് ആരെങ്കിലും ഇവിടേക്ക് വരൂ, നിങ്ങൾ ഇവിടേക്ക് വന്നത് വേറെ ആർക്കെങ്കിലും അറിയുമെന്നല്ല ചോദിക്കുമ്പോൾ നമ്മുടെ ബ്രോൺസ് വെട്ടുന്നത് അതെ ഞങ്ങളെ അന്വേഷിച്ച് പ്രിൻസസിന്റെ അച്ഛൻ വരും, അവളുടെ ഫാമിലിയാണ് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നത്, അതുകൊണ്ട് അവർ എന്തായാലും ഇവിടേക്ക് വരുമെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഗ്രേസ് വെട്ടുന്നത് ഹേയ് നീ എന്തായി പറയുന്നത്, നമ്മൾ അന്വേഷിച്ച് ആരും ഇവിടേക്ക് വരാൻ പോകുന്നില്ല എന്നുള്ള സത്യം പറയുന്നതും ബോൺസ് പറയും ഇടിയൊന്നും മിണ്ടാതിരിക്കി എന്ന് പറയുമ്പോൾ ഗ്രേസ് വേറൊന്നുമല്ല, അവൾ ആ ഒരു ഡ്രഗിന്റെ അഡിക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. സത്യത്തിൽ അവൾ പറഞ്ഞത് ശരിയാണ്. ഇവരിവിടേക്ക് വരുന്ന കാര്യം അല്ലെങ്കിൽ ഇവരെ അന്വേഷിച്ച് വേറെ ആരും ഇവിടേക്ക് വരാനില്ല. ബോൺസ് ആണെങ്കിലോ അവരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഗ്രേസ് സത്യം പറഞ്ഞതുകൊണ്ട് അവർക്കിനി പേടിയാവത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദേവോറ തന്റെ സഹായികളോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ
അവരുടെ ബാഗ് ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മൾ കത്തിച്ചു കളയണം. കാരണം വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും അവരുടെ അടയാളം കണ്ടുപിടിക്കരുത്. ഇനി ആരും അവരെ മനസ്സിലാക്കരുത്. ആ ഒരു രീതിയിൽ അവർക്കെതിരെയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നശിപ്പിക്കണമെന്ന് പറയും. അങ്ങനെ ഇവർ സംസാരിച്ച് പോകുമ്പോഴാണ് അടുത്തുള്ള മുറിയിൽ രണ്ടുപേര് കിസ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. ഡോർ തുറന്ന് നോക്കുമ്പോൾ ആ പാട്ട് പാടിയ ആ ഒരു പയ്യനും അതേപോലെ തന്നെ കോളുണ്ടല്ലോ, ഇവർ രണ്ടുപേരാണ്. അപ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ആ പാട്ട് പാടിയ പയ്യൻ സത്യത്തിൽ ദെവോറയുടെ സ്വന്തം മകനായിരുന്നു. അല്ല മോനെ, നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവൻ പറയും, ദേ ഈ പെണ്ണിന് ചെവിയൊന്നും കേൾക്കത്തില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു അവൻ ഇപ്പൊ അവരോടൊപ്പം പോകുന്നതും ഇത് കണ്ട കോളിന് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. പക്ഷെ ഇതുവരെയും എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് അറിയാത്തത് കൊണ്ട് അവളെയും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ദെവോറ എന്താ ചെയ്യുന്നറിയോ? തോർണ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയുടെ ശരീരം അതൊരു മുറിക്കകത്ത് കൊണ്ടുവന്നിട്ട് അവരുടെ തലയ്ക്കുള്ളിൽ നിന്നും ആ ബുള്ളറ്റ് പുറത്തേക്ക് എടുക്കാണ്. എന്നിട്ട് തോർണ പറയുന്നുണ്ട് നമ്മുടെ ആ ഒരു ഡോക്ടറിനെ ഉടനെ തന്നെ ഇവിടേക്ക് വിളിക്കാനായിട്ട്. അതേസമയം ഇവിടെ നമ്മുടെ ബോൺസിനെ കാണിക്കുമ്പോൾ അവളാണെങ്കിലോ തന്റെ കയ്യിൽ ആ ഒരു കെട്ടുണ്ടല്ലോ അതെങ്ങനെയെങ്കിലും അഴിച്ചെടുക്കാൻ ശ്രമിച്ച് അവസാനം ആ ഒരു കെട്ട് അഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്രേസിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവളാണെങ്കിലേ ആ ഡ്രഗിന്റെ ലഹരിയിൽ എന്തൊക്കെയോ പിച്ചും വേയൊക്കെ പറയുന്നു. അപ്പൊ ഈ അവസ്ഥയിൽ എന്തായാലും അവളെ വെളിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ബോൺസ് അവളുടെ വായിലേക്ക് കൈയിട്ട് ഈ ഡ്രഗ് അങ്ങ് ഛർദ്ദിപ്പിക്കും. അങ്ങനെ ഛർദ്ദിച്ചു കഴിയുമ്പോഴത്തേക്കും അവൾക്ക് അത്രേ ശരിയായിട്ടില്ല, എന്നാലും ചെറിയൊരു പിടുത്തമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ മുടിയൻ വീണ്ടും ഇവരുടെ ബാഗെല്ലായിട്ട് അകത്തേക്ക് കയറി വരുന്നു. ഈ ശബ്ദം കേട്ട് രണ്ടുപേരും വീണ്ടും ഒന്നും അറിയാത്തതുപോലെ തന്നെ നമ്മുടെ ബോൺസ് അവളുടെ കയ്യിലേക്ക് ആ ഒരു കയറിട്ടിട്ട് അവിടെ തന്നെ കിടക്കും. ഗ്രേസിനോട് കണ്ണടച്ച് കിടക്കാനും പറയും. അവൾ കുറച്ചു നേരം അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും അവളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴാണ് ഇവൻ അകത്തേക്ക് വന്നിട്ട് നേരെ ഗ്രേസിന്റെ അടുത്തേക്ക് വന്ന് ഹേയ് പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ലാന്നും പറഞ്ഞ് അവളുടെ ദേഹത്തെല്ലാം തൊട്ടിട്ട് അവളോട് സംസാരിക്കുമ്പോൾ ബോൺസ് ഉണ്ടല്ലോ അവളുടെ തലയിൽ നിന്നും ഒരു ക്ലിപ്പ് അങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു. നല്ല മൂർച്ചയുള്ളതാണ്. ഇപ്പോൾ ഗ്രേസിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആ ഒരു ഡ്രഗിന്റെ എഫക്റ്റ് മാറാത്തത് കൊണ്ട് ഈ മുടിയനെ കാണുമ്പോഴത്തേക്കും അവൻ എന്തോ സാത്താനെ പോലെയും അതേപോലെ തന്നെ അവിടെ അടുത്തിരിക്കുന്ന പ്രതിമകളെല്ലാം അനങ്ങുന്നത് പോലെയെല്ലാം ഗ്രേസിന് തോന്നുന്നുണ്ട്. ഇപ്പൊ അവൻ അങ്ങനെ അവളോട് സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബോൺസ് പുറകിലൂടെ വന്നിട്ട് ആ ക്ലിപ്പ് എടുത്ത് അവന്റെ കണ്ണിലേക്ക് ഒരു ഒറ്റ കുത്ത്. അപ്പൊ ഇവൻ അവളെ തള്ളിക്കളയുന്നതും എഴുന്നേറ്റ് നിന്ന് ആ ഒരു ക്ലിപ്പ് വലിച്ചൂരിയിട്ട് ഇവൻ ഇപ്പൊ അവളോട് ഫൈറ്റ് ചെയ്യാണ്. ഇപ്പൊ ഈ ഒരു ബാലറീന ഡാൻസ് കളിക്കുന്ന ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അവരുടെ കാല് നല്ല സ്ട്രോങ് ആയിരിക്കും, അതേപോലെ തന്നെ ശരീരം ഫ്ലെക്സിബിൾ ആയിരിക്കും, വളച്ചൊടിക്കാനും മടക്കാനും എല്ലാം എളുപ്പമായിരിക്കും. അതുകൊണ്ട് അവൾ ആ ഒരു കാല് ഉപയോഗിച്ച് രണ്ടടി എന്നിട്ട് അവന്റെ മുകളിലേക്ക് ചാടി കയറിയിരുന്ന് ഇപ്പൊ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് അവസാനം അടുത്തുള്ളൊരു ചുമരി പൊളിച്ച് മറ്റൊരു മുറിയിലേക്ക് വന്ന് വീഴുമ്പോൾ പ്രിൻസും സോയി ഉണ്ടല്ലോ അവര് രണ്ടുപേരും അവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ അവര് രണ്ടുപേരും ഇവര് ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് പേടിച്ച് അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ബോൺസ് ആണെങ്കിലോ അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവനോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഒരവസരത്തിൽ നമ്മുടെ ബോൺസിനെ അവൻ ഇടിച്ച് താഴേക്ക് ഇടുന്നതും ആ മുടിയൻ അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് അവളുടെ കാലകനെ പിടിച്ചു വെച്ച് അത് ചവിട്ടി ഒടിക്കാൻ പോവാണ്. എന്നിട്ട് പറയും നിന്റെ ഡാൻസ് ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവാണെന്നും പറഞ്ഞ് ചവിട്ടാനായിട്ട് വരുമ്പോൾ ഗ്രേസ് ഉണ്ടല്ലോ അവൾ എഴുന്നേറ്റ് ഇതെല്ലാം കാണുന്നുണ്ട്. എന്നിട്ട് അവൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പുറകിലുള്ള ആ ഒരു പ്രതിമയിലെ ഒരു കുന്തമുണ്ട്. ആ കുന്തം അങ്ങനെ വലിച്ചെടുത്ത് ഇവന്റെ നേർക്ക് വന്നിട്ട് ഒരു ഒറ്റയേറ്, പക്ഷേ അടുത്തുള്ള ഡോറിൽ തട്ടി അത് താഴെ വീഴുന്നതും അവൻ ബോൺസിന്റെ കാല് താഴേക്കിട്ടിട്ട് ഗ്രേസിന് നേരെ തിരിയുമ്പോൾ ബോൺസ് അങ്ങനെ എഴുന്നേറ്റി കറങ്ങി വന്ന് കാലുകൊണ്ട് ഒരു ഒറ്റയടി, അത് കഴിഞ്ഞ് കാല് മുകളിലേക്ക് പൊക്കി അവന്റെ തലയിലേക്ക് ഒരു അടി അടിക്കുന്നതും അവൻ നേരെ വന്ന് വീഴുന്നതോ താഴെ കിടക്കുന്ന ആ ഒരു കുന്തത്തിലേക്ക്. അത് അവന്റെ നെഞ്ചിലേക്ക് തറച്ചു കയറി അവൻ അവിടെ വെച്ച് മരിക്കുകയാണ്. അപ്പൊ അവൻ മരിക്കുന്നത് കൂടി ആകുമ്പോഴത്തേക്കും ആദ്യമായിട്ടാണല്ലോ ഒരുത്തനെ കൊല്ലുന്നത്. ആ പേടിയിൽ എല്ലാവരും അങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നു. ഇവിടെ താഴെ ദെവോറയെ കാണിക്കുമ്പോൾ അവൾ അവളുടെ സഹായി ഒരു കാര്യം പറയുന്നുണ്ട്. ആ പെൺകുട്ടികൾ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് അവരുടെ വേദനയും കാര്യങ്ങളൊക്കെ സഹിച്ചാണ് ഇതുപോലൊരു ഡാൻസ് തന്നെ അവർ പഠിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആ ഒരു പ്രയത്നം ഒരിക്കലും ഇല്ലാതാവരുത്. ഇങ്ങനൊരു വിഡ്ഢി കാരണം ഇതൊരിക്കലും സംഭവിക്കരുതെന്നെല്ലാം പറഞ്ഞ് പാഷ എന്ന് പറഞ്ഞ അവൻ എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് ദെവോറ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മുകളിൽ നമ്മുടെ ബോൺസ് ബാക്കി എല്ലാവരോടും പറയും ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാന്ന് പറയുമ്പോൾ പ്രിൻസ് പറയും ഇല്ല, അധികാരികൾ വരുന്നത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, അല്ലാതെ എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ സോയിക്കും പ്രിൻസിനും നല്ല പേടിയുണ്ട്. അപ്പോൾ ബോൺസ് പറയും നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും നമ്മളെ രക്ഷിക്കാനായിട്ട് ഇവിടെ വരാൻ പോകുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോകണം, ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറാകുമ്പോൾ താഴെ ദെവോറ വിളിച്ച ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ അയാൾ തന്റെ വാനുമായിട്ട് അവിടേക്ക് വരികയാണ്. എന്നിട്ട് തന്റെ വാനിന്റെ പിറകിൽ നിന്നും എന്തോ ഒരു ബാഗ് എടുക്കാനായിട്ട് വാൻ തുറക്കുമ്പോൾ അതിനകത്ത് ഒരാളെ കെട്ടിയിട്ടേക്കുന്നു. അയാളോട് പറയും ഞാൻ പോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഡോർ അടച്ച് ഈ ഡോക്ടർ നേരെ അകത്തേക്ക് വരും. എന്നിട്ട് ദെവോറയെ കാണുമ്പോഴാണ് ദെവോറ പറയുന്നത് ഓക്കെ ഈ സ്ത്രീയുടെ ബുള്ളറ്റ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്,
അതേപോലെ ഇവിടെ കുറച്ച് പെൺകുട്ടികളുണ്ട്. അവരുടെ പല്ല്, നഖം, ഫിംഗർ പ്രിന്റ് ഇതൊന്നും തിരിച്ചറിയാത്ത രീതിയിൽ അവരെ മാറ്റണമെന്ന് പറയും. അപ്പൊ അവർ ഡോക്ടർ പറയും ഓക്കെ അതെല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പാഷയെ കാണിക്കുമ്പോൾ അവൻ ഇതെല്ലാം ഭയങ്കര നാണക്കേടായി. അതുകൊണ്ട് തന്റെ അച്ഛൻ വരുന്നതിന് മുന്നേ ഈ ബാക്കിയുള്ള 4 പെൺകുട്ടികളുണ്ടല്ലോ അവരെ 4 പേരെ കൊന്നേ മതിയാവൂ എന്ന് അവന്റെ സഹായികളോട് പറയുമ്പോഴത്തേക്കും അവര് രണ്ടുപേരും ഇവരെ കൊല്ലാൻ വേണ്ടി താഴേക്ക് വരികയാണ്. അപ്പൊ ഇവര് 4 പേരാണെങ്കിലോ പതിയെ പതിയെ ശബ്ദം ഉണ്ടാകാതെ മുകളിലേക്ക് കയറി വരും. അങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോൾ പാഷയുടെ 2 സഹായികൾ അവർ താഴേക്ക് വരുന്ന ആ ഒരു ശബ്ദം കേട്ട് ഇവര് 4 പേരും വീണ്ടും തിരിച്ച് താഴേക്ക് തന്നെ പോവും. എന്നിട്ട് അതിനകത്തുള്ള ആ ഒരു മുറിക്കകത്തേ കയറി ഒളിച്ചിരിക്കുമ്പോൾ അവര് രണ്ടുപേരും ഇവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവര് കൊന്നിട്ട് ആ ഒരു മുടിയനുണ്ടല്ലോ അവൻ അവിടെ കിടക്കുന്നു. ഇത് കണ്ട് ഇവര് രണ്ടുപേരും തോക്കെടുത്ത് വെച്ചിട്ട് ഓക്കെ നിങ്ങൾ അകത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വെളിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ബോൺസ് പറയും അതിന് സൗകര്യമില്ല, വരത്തില്ല എന്ന് പറയും. അതുമല്ല ഇതിൽ സോയിക്കാണെങ്കിലും നല്ല പേടിയുണ്ട്, എന്നെ കൊണ്ട് അവരെയൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നല്ല സോയി പറയുമ്പോൾ ബോൺസ് പറയും എന്ത് നിനക്ക് പേടിയുണ്ടെന്നോ? എല്ലാ ദിവസവും നമ്മുടെ കാലും വേദന എടുത്ത് മുറിവുകൾ സംഭവിച്ച് അത്രയും ത്യാഗം സഹിച്ച് നമ്മൾ ഇതുപോലെ ഡാൻസേഴ്സ് ആയത്, എന്നിട്ട് നിനക്ക് പേടിയാണെന്നോ? നിന്റെ കാലുകൾ അത്രയും ശക്തമായതാണ്, അതുകൊണ്ട് ഒരിക്കലും നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും അതിൽ ആ ഒരു മുട്ടയുണ്ടല്ലോ അവൻ ഈ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിക്കും. അപ്പൊ ഇവരെല്ലാവരും ഡോർ തള്ളി പിടിച്ചിട്ട് നമ്മുടെ ബോൺസ് അവളുടെ കയ്യിലൊരു കത്രിയുണ്ട് അത് വെച്ച് മുട്ടയുടെ മൂക്കിലേക്ക് ഒരു ഒറ്റ കുത്ത്, എന്നിട്ട് മൂക്കും കണ്ടിച്ച് അവനെ തള്ളി വെളിയിലേക്ക് കളയുന്നതും ഇപ്പൊ ആ ഒരു വയസ്സായിട്ടുള്ള അയാള് ഓടി വന്ന് ഈ ഒരു ഡോർ ഇടിച്ച് തുറന്ന് അകത്തേക്ക് വരുന്നു. അപ്പൊ രണ്ടുപേരും അയാളെ പിടിച്ച് ഈ ഗേറ്റിനടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അയാളോട് ഫൈറ്റ് ചെയ്യുന്നു. ബാക്കി രണ്ടുപേരും ആ മുട്ടയോടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ ആ ഒരു സ്കിൽ അറിയാലോ, ഇവരുടെ ശരീരം അത്രയും ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നേരെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് കാല് മടക്കിയെല്ലാം തലയ്ക്കടിക്കാൻ കഴിയും. അതുപോലെ എല്ലാം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മുടെ പ്രിൻസിനെ അവര് രണ്ടുപേരും കൂടി പിടിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് സോയിയുടെ കയ്യിൽ ഇവരുടെ തോക്ക് കിട്ടും. ആ തോക്ക് എടുത്ത് അവള് വിറച്ച് അടുത്തേക്ക് വരുമ്പോൾ പ്രിൻസ് പറയുന്നുണ്ട് അവര് ഷൂട്ട് ചെയ്യാനായിട്ട്. സോയി ആണെങ്കിൽ പേടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിലൊരുത്തനെ ബുള്ളറ്റ് കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് രണ്ടുപേരും പേടിച്ച് മറ്റൊരു വശത്തേക്ക് മാറി നിൽക്കുമ്പോൾ ഇവര് 4 പേരും ഇപ്പോൾ മറ്റൊരു വശത്തേക്ക് വന്ന് നിൽക്കും. അപ്പോഴാണ് അവർ രണ്ടുപേരും ഓക്കെ ആ ഒരു മുട്ടയെ ആദ്യം മുന്നിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ബോൺസ് ഇവരുടെ കയ്യിലുള്ള കത്തിയുണ്ട് ആ ബാഗിൽ നിന്ന് കത്തിയെടുത്ത് കയ്യിലേക്ക് വെച്ച് അവൾ ഡാൻസ് കളിച്ച് തന്നെ മുന്നിലേക്ക് പോയിട്ട് കറങ്ങി വന്ന് അവന്റെ വയറിലേക്ക് ഒരു വെട്ട്, അതേപോലെ തന്നെ ആ അപ്പൂപ്പന്റെ മുതുകത്തേക്കും ഈ ബ്ലേഡ് വെച്ചിട്ട് 2-3 വെട്ട് വെട്ടുന്നുണ്ട്. എന്നിട്ട് ഇവര് വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒക്കുന്ന രീതിയിൽ ഇവരുടെ ആ ഒരു സ്കില്ല് ഉപയോഗിച്ചിട്ട് ഇവർ ഫൈറ്റ് ചെയ്തിട്ട് പ്രിൻസ് ആണെങ്കിലോ ഓടി വന്ന് ആ ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഈ അപ്പൂപ്പൻ എവിടേക്ക് വരും. അങ്ങനെ അവളുടെ 2 കാല് വെച്ചിട്ട് 2 വശത്തേക്ക് ആ അപ്പൂപ്പന്റെ കൈ പിടിച്ചങ്ങനെ വെച്ച് ഒരൊറ്റ ചവിട്ട്. അപ്പോഴാണ് ആ അപ്പൂപ്പൻ ബോൺസിനെ കുത്താൻ വരുന്നതും അവൾ കാല് വെച്ചത് തടയും. അപ്പൊ അവളുടെ കാലില് ആ ഒരു കത്തി കയറിയിരിക്കുന്നതും ഇപ്പൊ അപ്പൂപ്പനെ ചവിട്ടി കളഞ്ഞിട്ട് ഇതിൽ ആ ഒരു മുട്ടയുണ്ടല്ലോ അവനിപ്പോ ഗ്രേസിനെ പൊക്കിയെടുത്തൊരു ഒറ്റയേറ്. അത് കഴിഞ്ഞ് സോയിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കൈ കത്തി ഉപയോഗിച്ച് വെട്ടുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബോൺസ് അവളുടെ കാലിൽ നോക്കുമ്പോൾ ആ ഷൂവിൽ കയറിയിരുന്ന കത്തി ഉണ്ടല്ലോ അതിന്റെ പിടി ഊരിപ്പോയി. അപ്പൊ കത്തിയുടെ ബാക്കി ഭാഗം അങ്ങനെ തന്നെ ഷൂവിലിരിപ്പുണ്ട്. ഇപ്പോ ഗ്രേസ് ആണെങ്കിലോ ആ മുട്ട നമ്മുടെ സോയിയുടെ കൈ വെട്ടുന്നത് കണ്ടിട്ട് അവൾ ഓടി വന്ന് അലറി വിളിച്ച് അവനെ പിടിച്ച് താഴേക്ക് കിടത്തിയിട്ട് കത്തി ഉപയോഗിച്ച് അവന്റെ നെഞ്ചിലേക്ക് 2-3 കുത്ത് അവനെ കുത്തി തന്നെ കൊല്ലുന്നു. അത് ഭ്രാന്ത് പിടിച്ചതുപോലെ ഇവിടെ ബോൺസ് ആണെങ്കിലോ ആ നൃത്തം ചെയ്തതുപോലെ കാലങ്ങനെ കറക്കി അപ്പൂപ്പന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ വെട്ട്, എന്നിട്ട് കറങ്ങി അവിടെ വന്ന് നിൽക്കുന്നതും അപ്പൂപ്പൻ കഴുത്ത് മുറിഞ്ഞ് താഴേക്ക് വന്ന് വീഴുന്നു. അപ്പോഴാണ് പ്രിൻസ് അവിടേക്ക് ഓടി വന്നിട്ട് അല്ല നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ കാലിൽ ആ ഒരു കത്തിയിരിക്കുന്നത് കാണുന്നതും പ്രിൻസ് പറയും എനിക്കും അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിലുള്ള കത്തി ഓരോരുത്തരുടെയും കാലില് ആ ഷൂ ഉണ്ടല്ലോ അതിനിടയിലേക്ക് കയറ്റി വെക്കുകയാണ്. എന്നിട്ട് എല്ലാവരും പതിയെ വെളിയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ വെളിയിലേക്ക് വരുമ്പോഴാണ് പ്രിൻസ് ഉണ്ടല്ലോ അവള് പറയും ഓക്കെ ഞാൻ വെളിയിലേക്ക് പോകുന്നു പറയുമ്പോൾ സോയി അല്ല എന്റെ സഹോദരി കോളിനെ കണ്ടുപിടിക്കണ്ടേ, അവളെ വിട്ടിട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ പ്രിൻസ് പറയും എന്നെ കൊണ്ട് അതൊന്നും കഴിയത്തില്ല, ഞാൻ എന്തായാലും പോവാണ് എന്ന് പറഞ്ഞ അവള് ഒറ്റയ്ക്ക് വെളിയിലേക്ക് പോവാണ്. വഴി അറിയത്തില്ല എന്നാലും വഴി കണ്ടുപിടിച്ച് അവള് പോകുന്നു. അപ്പൊ ഈ ബാക്കി 3 പേരും ഇപ്പൊ കോളിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പതിയെ മുകളിലേക്ക് വരും. അങ്ങനെ മുകളിലേക്ക് നടന്നു വരുമ്പോഴാണ് സോന എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കാണുന്നത്. അപ്പൊ അവരെ പെട്ടെന്ന് അവരുടെ കഴുത്തിലേക്ക് ആ ഒരു കത്തി വെച്ചിട്ട് അവരോട് കോൾ എവിടെയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവള് ഇതുപോലെ ദെവോറയുടെ മുറിയിലുണ്ട് എന്ന് അവര് പറയും. അതേസമയം ദെവോറയെ കാണിക്കുമ്പോൾ ദെവോറ ഇവരെല്ലാവരും അന്വേഷിച്ച് നേരെ താഴേക്ക് വരുമ്പോഴാണ് പാഷ എന്ന് പറഞ്ഞ അവന്റെ സഹായികളെയും അതേപോലെ തന്നെ ദെവോറയുടെ സഹായി ഉണ്ടല്ലോ അവനെയും കൊന്നിട്ടേക്കുന്ന കാര്യം അവർ കാണുന്നത്. ഇവിടെ പ്രിൻസിനെ കാണിക്കുമ്പോൾ പ്രിൻസ് അവള് നടന്ന് ഇപ്പൊ ഏതൊരു മുറി തുറന്ന് ആ ഡോർ തുറന്ന് അകത്തേക്ക് വന്നിട്ട് ഡോർ അടച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ തോർണ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ വിരലും അതെല്ലാം ഇങ്ങനെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഡോക്ടർ ഇവളെ കണ്ടില്ല. അതുകൊണ്ട്
വന്നതുപോലെ തന്നെ അവള് പതിയെ തിരിച്ച് ആ ഡോർ അടച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നല്ല സൈസുള്ള ഒരുത്തം വന്ന് നിൽക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് അവൻ ചോദിക്കും, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പോഴാണ് തോർണ മൊത്ത ധൈര്യം സംഭരിച്ചിട്ട്, അല്ല ഇവിടെ വൈഫൈ ഇല്ലേ, അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സാധാരണ ഞാൻ ഇതുപോലൊരു സീരീസ് കാണുന്നതാണ്, അതിന്റെ 3 എപ്പിസോഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. അല്ല ഈ സീരീസിൽ നിങ്ങൾക്ക് പ്രണയിക്കുന്ന ആരെങ്കിലും അറിയോ? അത് വല്ലാത്തൊരു സ്റ്റോറിയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു സ്റ്റോറിയെ പറ്റി 1 ലൈനായിട്ട് പറഞ്ഞ അവസാനം ആ തടിയനെ അവിടെ വെച്ച് കരയിപ്പിക്കും. അതുപോലെ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ എങ്ങോട്ടാ പോകേണ്ടതെന്നെല്ലാം ചോദിച്ച് അവള് പെട്ടെന്ന് അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് മാറിപ്പോകുന്നതും ഇപ്പൊ കുറച്ച് മാറി വന്നിട്ടാണ് അവളുടെ പേടിയെല്ലാം വെളിയിലേക്ക് ആക്കിയിട്ട് അവളുടെ യഥാർത്ഥ പേടി ഇപ്പോൾ വെളിയിൽ കാണിക്കുന്നത്. അത്രയും നേരം ധൈര്യം പിടിച്ച് അവനോട് സംസാരിക്കുമായിരുന്നു. ഇപ്പൊ ഇവര് 3 പേരും പതിയെ തോർണയുടെ ആ ഒരു മുറിയിലേക്ക് വരുമ്പോൾ അവിടെ കോൾ ഇരിക്കുന്നു. അവളാണെങ്കിലോ ഇവിടെ TV എല്ലാം കണ്ടിട്ട് ഫുഡെല്ലാം കഴിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവര് 3 പേരും അവിടേക്ക് വന്ന് അവളോട് കാര്യം ചോദിക്കുമ്പോഴത്തേക്കും അവൾക്കൊന്നും അറിയത്തില്ല. അവളാണെങ്കിലോ അല്ല നിങ്ങളുടെ ദേഹത്ത് എന്താ രക്തം എന്നെല്ലാം ചോദിക്കുമ്പോൾ ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും കോൾ ആദ്യം അത് കേൾക്കത്തില്ല. അപ്പോഴാണ് ടേബിളിനടിയിലായിട്ട് ഒരു വലിയ ഷോട്ട് ഗൺ ഇരിക്കുന്നു. അത് നമ്മുടെ ബോൺസ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇപ്പൊ കോള് വരാത്തത് കൊണ്ട് അവളെ പൊക്കിയെടുത്ത് നേരെ താഴേക്ക് വരികയാണ്. എന്നിട്ട് ഇവരെല്ലാവരും കിച്ചണിലേക്ക് വന്ന് പതിയെ പതിയെ മുട്ടിലഴഞ്ഞ് ആ കിച്ചന്റെ ഭാഗത്തു നിന്ന് ഓടിച്ചിരിക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ പ്രിൻസ് ഉണ്ടല്ലോ, അവളും വന്ന് പേടിച്ചിരിക്കുന്നു. ഓക്കെ അപ്പൊ നീ പോയില്ലേ എന്ന് ചോദിച്ച് അവളെയും ഇവരോടൊപ്പം ചേർത്തിട്ട് ഇനിയിപ്പോ രക്ഷപ്പെട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അതേസമയം ദെവോറയെ കാണിക്കുമ്പോൾ അവരാണെങ്കിലോ നേരെ ആ ഒരു മെയിൻ ഹാളിലേക്ക് വന്നിട്ട് അവിടെ ഇരിക്കുന്ന ആണുങ്ങളോട് പറയും, ഓക്കെ ബോയ്സ്, നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി തരാൻ പോവാണ്. ഇവിടെ ഒരു 4 പെൺകുട്ടികൾ ചുറ്റി നടക്കുന്നുണ്ട്, അവരെ കണ്ടുപിടിച്ച് അവരെ കൊന്നേക്ക് എന്ന് പറയുന്നതും അവിടെ ഇരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് ഇവരെ 4 പേരെ കണ്ടുപിടിച്ച് കൊല്ലാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും ദെവോറ പാഷയോട് പറയും, നിന്റെ അച്ഛൻ ഉടനെ തന്നെ ഇവിടേക്ക് വരണം, കാരണം നിന്റെ ആളുകൾ 2 പേരെയും അവർ കൊന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ അവനാണെങ്കിലും അവന്റെ അച്ഛനെ വിളിക്കുന്നു. അപ്പൊ അവന്റെ അച്ഛൻ പറയും, ഓക്കെ ഉടനെ തന്നെ ഞാൻ ഇവിടേക്ക് വരാന്ന് പറഞ്ഞ് അയാൾ ഇവിടേക്ക് വരികയാണ്. എന്നിട്ടാണ് പാഷ വന്നിട്ട് ദെവോറയോട് ഈ കാര്യം പറയും. അപ്പോൾ ദെവോറ പറയും, ഓക്കെ നിന്റെ അച്ഛൻ വരട്ടെ, അതിനു മുന്നേ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് അകത്തേക്ക് പോയിട്ട് ഇപ്പൊ ഈ ഒരു ടൈം ബോംബ് ഉണ്ടല്ലോ, അത് ഒരു പെട്ടി നിറയുണ്ട്. ആ ബോംബുകളെല്ലാം എടുത്ത് അവൾ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ഇവര് 4 പേരും അതിൽ പ്രിൻസ് അവളുടെ കയ്യിൽ നിന്ന് ഷോട്ട് ഗൺ അങ്ങ് വാങ്ങിക്കും. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് അത് ഷൂട്ട് ചെയ്യാനായിട്ട് അറിയാം. അതേപോലെ തന്നെ ആണെങ്കിലോ കോളിനോട് ഈ ഫൈറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആരെങ്കിലും നിന്നെ പിടിച്ചു കഴിഞ്ഞാല് കാലുമടക്കി മധ്യഭാഗത്ത് തന്നെ കുത്തിക്കോണം എന്നെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് ആ നല്ല സൈസുള്ള ഒരുത്തൻ ഈ കിച്ചണിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറി വരുന്നത്. അപ്പോൾ ഇവര് 4 പേരും പെട്ടെന്ന് ഓരോ ഭാഗങ്ങളിലായിട്ട് പോയി ഒളിച്ചിരിക്കും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇവർക്കെല്ലാവർക്കും ഫ്ലെക്സിബിൾ ആയിട്ട് ഒടിഞ്ഞു മടങ്ങിയല്ലേ ഇരിക്കാൻ കഴിയുമെന്ന്. ഇപ്പൊ അവൻ വന്ന് ഫ്രിഡ്ജ് തുറക്കുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിനടിയിൽ ഗ്രേസ് മടങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു കബോർഡിന്റെ ഭാഗത്താണെങ്കിലോ ബോൺസ് അവളും ശരീരം മടക്കി വെച്ചിരിക്കുന്നു. പ്രിൻസ് ആണെങ്കിൽ വേറൊരു ഫ്രീസർ ബോക്സിൽ കയറിയിരിക്കുന്നു. അപ്പൊ ഇവൻ ഇതൊന്നറിയാതെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു ഫോണിൽ സംസാരിക്കുന്ന ഒരു ശബ്ദം. വേറെ ഒന്നല്ല, പ്രിൻസ് അവിടെ ഒരു ടെലിഫോൺ ഉണ്ടായിരുന്നു, അതുവഴി സഹായത്തിനായിട്ട് വേറെ ആരും വിളിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട ആ ഒരു തടിയനാണെങ്കിൽ പെട്ടെന്ന് വന്ന് ആ ഒരു ഫോണിന്റെ വയറങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു ഫ്രീസർ തുറക്കുമ്പോഴത്തേക്കും പ്രിൻസ് അതിനകത്തിരിക്കുന്നു. എന്നിട്ട് അവളെ പൊക്കി മുകളിലേക്ക് എടുക്കുമ്പോഴത്തേക്കും അവൾ ആ ഒരു തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ ആ തോക്കങ്ങ് പിടിച്ചു വയ്ക്കും. അപ്പോൾ അവൾ കാലിലുള്ള ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അവന്റെ കാലിലേക്ക് കൊത്തിയിട്ടും അവന് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് പുറകിലിരുന്ന നമ്മുടെ ബോൺസ് ഒരു ഫ്രൈയും പാൻ എടുത്ത് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റ എറിയൊള്ളുന്നതും അവൻ തിരിയുന്ന ആ ഒരു ഗ്യാപ്പില് പ്രിൻസ് ആ ഷോട്ട് ഗൺ ഉപയോഗിച്ച് അവന്റെ കൈ അങ്ങ് ഷൂട്ട് ചെയ്ത് തകർക്കും. എന്നിട്ട് എല്ലാവരെയും വിളിച്ച് ഇവര് സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങി പോകാൻ ശ്രമിക്കുമ്പോൾ താഴെ നിന്ന് എല്ലാവരും മുകളിലേക്ക് കയറി വരുന്നു. ഇപ്പൊ മുകളിലേക്ക് ഓടി പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്നും കുറച്ചുപേര് താഴേക്ക് ഇറങ്ങി വരുന്നതും ഇവരെല്ലാവരും അവിടെ നിന്ന് ഓടി ഇപ്പോൾ മെയിൻ ഹാളിലേക്കാണ് വരുന്നത്. അതുമല്ല എല്ലാവരുടെയും കയ്യിൽ ഈ കിച്ചണിൽ നിന്നെടുത്ത കത്തി, ചുറ്റിയല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൊണ്ട് മെയിൻ ഹാളിലേക്ക് വരുമ്പോൾ അവിടെ ദെവോറയും അതേപോലെ തന്നെ സോന എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണെങ്കിലോ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ബോൺസ് പറയും, ഓക്കെ നമുക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകാൻ പോവാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഡോറിനടുത്തേക്ക് പോകുമ്പോൾ അവിടെയും കുറച്ചുപേര് നിൽക്കാണ്. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ബോൺസ് ഇവരോട് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡാൻസ് കളിച്ചുകൊണ്ട് തന്നെ ഇവന്മാർക്കിട്ടുള്ള പണി കൊടുക്കാന്ന് പറഞ്ഞ് ബോൺസിന്റെ കയ്യിൽ ഒരു കത്തി വെച്ചിട്ട് അതിങ്ങനെ ചുറ്റാണ് ഒരു ടേപ്പ് ഉപയോഗിച്ച്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരു കത്തിയും ചുറ്റിയലും എല്ലാം ആയിട്ട് നിൽക്കാണ്. എന്നിട്ട് ഇവരുടെ മുന്നിൽ വെച്ചിട്ട് ഇവരെല്ലാവരും ഡാൻസ് കളിക്കും. അപ്പൊ യുവമാർക്കാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിലൊരുത്തൻ പെട്ടെന്ന് ഓടി വന്ന് ഇവരുടെ ഇടയിലേക്ക് കയറുന്നതും ബോൺസ് കൈ കൊണ്ട് കറങ്ങി ഡാൻസ് കളിച്ച് അവന്റെ കഴുത്തിലേക്ക് 2-3 വെട്ട്, അതേപോലെ തന്നെ ബാക്കിയുള്ളവരും ഡാൻസ് കളിച്ച് അവന്റെ ദേഹം മുഴുവൻ മുറിച്ചിട്ട് വെളിയിലേക്ക് പറഞ്ഞു വിടും.
ഇപ്പൊ അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ഇവരെ കൊല്ലാനായിട്ട് വരുമ്പോൾ ഇവർ അതേപോലെ തന്നെ ഒരുമിച്ച് നിന്ന് ഡാൻസ് കളിച്ചിട്ടാണ് അവരോട് എല്ലാവരോടും ഫൈറ്റ് ചെയ്യുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമാണ്. ഓക്കെ ഗൈസ്, അത് പറയാനാണെങ്കിൽ കുറെ നേരം ഉണ്ടാവും. അതുകൊണ്ട് ഇതിൽ അത്യാവശ്യം നല്ലതായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, കുറച്ച് ഫണ്ണി ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രേസ് ആണ്. അവൾ ആ ഒരു ചുറ്റിയിൽ വെച്ച് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നല്ല രസമാണത്. അതേപോലെ തന്നെ ബാക്കി എല്ലാവരും നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത അവസാനം സോയനെ ഒരുത്ത പിടിച്ചു വെക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിൻസ് 2 വൈൻ കുപ്പിയെടുത്ത് കോളിന്റെ കയ്യിൽ കൊടുക്കും. അവൾ അത് പൊട്ടിച്ചിട്ട് അവളും അങ്ങനെ വന്ന് ആ പിടിച്ചു വെച്ചേക്കുന്നവരുടെ ദേഹത്തേക്ക് ഈ കുപ്പി ഉപയോഗിച്ച് 2-3 കീറ്. അത് കഴിഞ്ഞ അവസാനം അവളുടെ ആ ഒരു കാമുകനുണ്ടല്ലോ, കാമുകനല്ല അവൾക്ക് ക്രഷ് അടിച്ച ഒരുത്തൻ, അവനെ കാണുമ്പോഴത്തേക്കും എന്തോ പാവം തോന്നിയിട്ട് അവനെയൊന്നും ചെയ്യുന്നില്ല. പകരം അവനോട് പറയും നിന്നെ കാണാൻ ഇനി കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അവനോട് ഓടി രക്ഷപ്പെടാൻ പറയും. എന്നിട്ട് കോൾ അവിടെ തന്നെ നിൽക്കുമ്പോൾ താഴെ നിന്ന് ഒരുത്തൻ തോക്കുമായിട്ട് മുകളിലേക്ക് കയറി വരുന്നു. ഇത് കണ്ട് ബാക്കി എല്ലാവരും ഓടി വന്നിട്ട് ആ ടേബിളിന്റെ പിറകിൽ ഒളിക്കുമ്പോൾ കോളിന് ഈ ശബ്ദം കേൾക്കാൻ കഴിയത്തില്ലല്ലോ. അവൾ അവിടെ തന്നെ നിൽക്കുന്നതും ഇവൻ ആദ്യം വന്ന് അവളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബുള്ളറ്റ് ലോഡ് ആയിട്ടില്ല. അങ്ങനെ അവർ ലോഡ് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പില് അവർ ഓടി വന്ന് നമ്മുടെ കോളിനെ പിടിച്ചിട്ട് അങ്ങനെ ചാടി ആ ഒരു ടേബിളിന് പുറകിലായിട്ട് ഓടിച്ചിരിക്കും. അപ്പൊ ഇവനാണെങ്കിലോ കുറേ നേരം അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇവരവിടെ നിന്നും ഒരു മദ്യ കുപ്പി എടുത്തിട്ട് അതിലേക്ക് തുണി ഇങ്ങനെ തിരികെ കയറ്റി അത് ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ചിട്ട് നേരെ അവന്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കും. അത് പൊട്ടിത്തെറിച്ചിട്ട് അവൻ അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും കൊന്നതിന് ശേഷം ഇവർ 4 പേരും അവിടെ നിന്ന് പോകാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് ആ വലിയ തടിയനുണ്ടല്ലോ അവൻ ഇവിടേക്ക് വരുന്നു. എന്നിട്ട് അവൻ വന്ന് നമ്മുടെ പ്രിൻസിനെ പിടിച്ചു വെക്കും. ബാക്കി എല്ലാവരും അടുത്തുള്ള ജനാല വഴി പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയാണ്. ഇപ്പൊ അകത്തുള്ളത് പ്രിൻസും ബോൺസും. അപ്പോഴാണ് സോന എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ആ ഷോട്ട് ഗൺ വെച്ചിട്ട് നമ്മുടെ പ്രിൻസിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ബോൺസ് അവളെ പിടിച്ചങ്ങ് മാറ്റും. അപ്പോൾ ബുള്ളറ്റ് കൊള്ളുന്നതോ ആ തടിയന്റെ ദേഹത്തേക്ക് അവൻ അവിടെ വെച്ച് തന്നെ മരിക്കും. എന്നിട്ട് ഇവരൊരു കുപ്പിയെടുത്ത് സോനയുടെ തലയിലേക്ക് ഒരു ഒറ്റയേറ്. ബോൺസ് ആണെങ്കിലോ കറങ്ങി വന്നിട്ട് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി അവളെ ഒരു ഒറ്റയിടി. അവളുടെ ബോധം പോയി താഴെ വീഴുന്നു. അപ്പോൾ വെളിയിൽ നിന്ന് 2 പേര് അകത്തേക്ക് വരുന്നതും ബോൺസ് അവരെ ഷൂട്ട് ചെയ്തിട്ട് പ്രിൻസിനോട് പറയും നീ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിക്കോ, ഞാൻ എന്തായാലും പുറകെ ഉണ്ടാവും എന്ന് പറഞ്ഞ് പ്രിൻസിനെ അങ്ങ് പറഞ്ഞു വിടും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവള് രക്ഷപ്പെട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ ദെവോറ ഉണ്ടല്ലോ, ദെവോറ താഴെ ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് ബോംബുകൾ വെച്ചിട്ട് അവള് മുകളിലേക്ക് കയറി വരും. അതുപോലെ അവളുടെ കയ്യിൽ തോക്കുവരിപ്പുണ്ട്. അങ്ങനെ ബോൺസ് ആ ഷോട്ട് ഗൺ കൊണ്ട് ദെവോറയുടെ അടുത്തേക്ക് ഒന്ന് അവളെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ബുള്ളറ്റ് ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പാഷ എന്ന് പറഞ്ഞ അവൻ ബോൺസിന്റെ പിറകെ വന്നിട്ട് അവളെ പിടിച്ചു വെച്ച് ഓക്കെ നമുക്ക് ഇവളെ എന്തായാലും കൊല്ലാന്ന് പറയാൻ നിൽക്കുമ്പോൾ ദെവോറ പെട്ടെന്ന് പാഷയുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്യും. എന്നിട്ടാണ് പറയുന്നത് അവന്റെ അച്ഛൻ ഇവിടേക്ക് വന്നിട്ട് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ബോൺസിനെയും പിടിച്ചിട്ട് ദെവോറ അവളെയും കൊണ്ട് അവരുടെ മുറിയിലേക്ക് പോകുന്നു. അതേസമയം വെളിയിൽ കാണിക്കുമ്പോൾ ഇവരെല്ലാവരും രക്ഷപ്പെട്ട് ഈ ബിൽഡിങ്ങിന് വെളിയിൽ വന്നു. പക്ഷെ നമ്മുടെ ഹീറോയിനെ വിട്ട് അവരെങ്ങനെ പോകുന്നതാണ് അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല. പക്ഷേ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ദെവോറ ബോൺസിനെയും കൊണ്ട് നേരെ മുകളിലേക്ക് വന്നിട്ട് അവരിപ്പോ എന്തോ മേക്കപ്പ് ഒക്കെ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ അവരും ഒരു ഡാൻസർ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ടാണ് അവർക്ക് സംഭവിച്ച ആ ഒരു കാര്യം എന്താണെന്ന് പറയുന്നത്. സത്യത്തിലെ അവരുടെ അച്ഛൻ ദെവോറയ്ക്ക് ഒരു 10-18 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവളുടെ ആദ്യത്തെ ഈ ഡാൻസ് പെർഫോമൻസ്, അതും ഒരു രാജ്ഞിയുടെ മുന്നിൽ വെച്ചിട്ട് കളിക്കേണ്ടതായിരുന്നു. അപ്പോഴാണ് പാഷ എന്ന് പറഞ്ഞിട്ട് അവന്റെ അച്ഛനുണ്ടല്ലോ മാർക്കോവിച്ച് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ദെവോറയുടെ അച്ഛൻ പണം കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അയാള് ദെവോറയുടെ അച്ഛന്റെ കാലെടുക്കാനായിട്ട് ആദ്യം തീരുമാനിക്കും. പക്ഷെ അതൊരിക്കലും ചെയ്തില്ല. പകരം ആ പ്രായത്തിൽ തന്നെ നമ്മുടെ ദെവോറയുടെ കാല് അയാൾ വെട്ടിമാറ്റുമായിരുന്നു. അന്ന് മുതലാണ് ദെവോറയ്ക്ക് ഈ ഒരു ഡാൻസ് കളിക്കാൻ കഴിയാത്തത്. അതും അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ആ റാണിയുടെ മുന്നിൽ വെച്ചിട്ട് ഈ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ദെവോറയ്ക്ക് ഒട്ടും കഴിഞ്ഞില്ല. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ബോൺസിനോട് പറയാണ്. എന്താന്ന് വെച്ചാല് ഇപ്പൊ അയാളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ദെവോറ അയാളെ കൊല്ലാൻ വേണ്ടി എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബോൺസിനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ദെവോറ അന്ന് കളിക്കാൻ വെച്ചിരുന്ന ആ ഒരു ഡ്രസ്സെല്ലാം ധരിച്ചിട്ട് അവള് റെഡിയാകുമ്പോൾ പാഷ എന്ന് പറഞ്ഞ അവന്റെ അച്ഛനുണ്ടല്ലോ അവനിപ്പോ അവന്റെ ആളുകളുമായിട്ട് ഇവിടേക്ക് വരുന്നു. അത് ഒരുപാട് കാറുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും ഈ ബിൽഡിങ്ങിന് വെളിയിലേക്ക് വരുന്നതും ഇപ്പോ നമ്മുടെ ബോൺസിനെ പിടിച്ചു വെച്ചിട്ട് ആ ഒരു ഡോക്ടർ അവളെ ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ അവളുടെ അടയാളങ്ങൾ മാറ്റാൻ പോകുന്നു. ആദ്യം തന്നെ കാലിലെ നഖങ്ങൾ ഓരോന്നായിട്ട് പിഴുതെടുക്കുമ്പോഴത്തേക്കും ബോൺസ് കരയുന്നില്ല, അവൾ ചിരിക്കുകയാണ്. അപ്പൊ ആ ഡോക്ടർ ചോദിക്കും ഹേയ് നീ എന്താ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ബോൺസ് പറയും ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഈ വേദന സഹിച്ച് ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്, അതുകൊണ്ട് ഈ നഖം വലിച്ചെടുക്കുന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുന്നതും ഈ ഡോക്ടർ എഴുന്നേറ്റ് നിന്നിട്ട് അവളെ ഒരു ഒറ്റയടി അവളുടെ ബോധം പോയി. അതേസമയം നമ്മുടെ പ്രിൻസ് അവളാണെങ്കിലോ ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള വഴി കണ്ടുപിടിക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു റൂമിനകത്ത് എന്തോ ഒരു ശവപ്പെട്ടി പോലെ എന്തോ ഒരു കാര്യമുണ്ട്. അതിനകത്ത് നിന്ന് ആരോ അലറി വിളിക്കുന്നു.
എന്നെ രക്ഷിക്കാൻ പറഞ്ഞിട്ട് അവൾ അടുത്തേക്ക് വരുമ്പോൾ അത് വേറെ ആരുമില്ല, പാഷ എന്ന് പറഞ്ഞവനുണ്ടല്ലോ. അവന്റെ കാലിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം ദേവോറ അവനെ ഇതിനകത്ത് വെച്ച് പൂട്ടുമായിരുന്നു. അപ്പൊ ഇതുകൂടി ആവുന്നതും പ്രിൻസ് അവനെ രക്ഷിക്കാതെ അവിടെ നിന്നും വെളിയിലേക്ക് പോകും. ഈ സമയം കൊണ്ട് അവൻ ആ ഒരു പെട്ടി തുറക്കാൻ വേണ്ടി ശ്രമിച്ച് അവസാനം ആ ഒരു പെട്ടിയും തുറന്ന് ഇവൻ വെളിയിലേക്ക് വരുന്നു. ഇവിടെ നമ്മുടെ പ്രിൻസ് ആണെങ്കിലോ ഇപ്പൊ അകത്തേക്ക് കയറി വന്നിട്ട് ഏതോ ഒരു മുറി കണ്ടുപിടിക്കും. അങ്ങനെ അവൾ ഒരു വിധത്തിൽ ആ ഒരു ഹോട്ടലിനകത്തേക്ക് കയറും. അപ്പോഴാണ് വെളിയിലെ മാർക്കോവിച്ചും അവന്റെ ആളുകളും തോക്കുമായിട്ട് കുറെ കാറുകളായിട്ട് വെളിയിലേക്ക് വന്ന് നിൽക്കുന്നു. ഇവിടെ ബോൺസിനെ കാണിക്കുമ്പോൾ അവള് പിന്നെ ബോധം വന്ന് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ആ ഡോക്ടർ ഒരു കട്ടിംഗ് മെഷീൻ വെച്ചിട്ട് അവളുടെ കാല് മുറിക്കാൻ പോവാണ്. അവളാണെങ്കിൽ പേടിച്ച് കരയുന്നതും ഈ മെഷീൻ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഡോക്ടർ പെട്ടെന്ന് എന്തോ ഒരു കാര്യം നെഞ്ചിൽ കൊണ്ട് താഴെ വീഴുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ പ്രിൻസ് ഒരമ്പും വില്ലും കൊണ്ടുവന്ന് അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുമായിരുന്നു. എന്നിട്ട് ബോൺസിനെ രക്ഷപ്പെടുത്തി അവിടെ നിന്നും പാഷയുണ്ടല്ലോ അവനെയും പിടിച്ചെടുത്ത് അവനെയും കൊണ്ടാണ് ഇവര് മുകളിലൂടെ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്കും ബാക്കി 3 പേര് ഗ്രേസ്, കോള്, സോയി ഇവരും അകത്തേക്ക് കയറി വന്നിട്ട് ഇപ്പൊ 5 പേരും അങ്ങനെ നിൽക്കുമ്പോൾ ദേവോറയുണ്ടല്ലോ അവര് തോക്കുമായിട്ട് അവിടേക്ക് വരുന്നു. അതുപോലെ ഇവിടെ വെച്ചേക്കുന്ന ആ ഒരു ബോംബുകളുടെ റിമോട്ട് അതും ദേവോറയുടെ കയ്യിൽ തന്നെയുണ്ട്. അപ്പൊ ഇവരെ നമ്മുടെ ദേവോറ കാണുന്നതും ദേവോറ പറയും, നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പകരം അവനെ എന്റെ മുന്നിൽ വിട്ടിട്ട് നിങ്ങൾ പൊയ്ക്കോന്ന് പറയും. അപ്പൊ അവൻ പറയുന്നുണ്ടില്ല, ആ സ്ത്രീയുടെ അടുത്ത് എന്നെ വിടരുത്, അവരെന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ ഇവരതുവല്ലോ കേൾക്കോ, ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് അല്ലേ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ബോൺസ് പറയുന്നുണ്ട്, അതെ ദേവോറയ്ക്ക് പണ്ട് നമ്മളെ പോലെ തന്നെ നല്ലൊരു അവസരം കിട്ടാനുള്ളതായിരുന്നു, പക്ഷെ അവളുടെ കാല് വെട്ടിയത് ഇവന്റെ അച്ഛനാണ്, അതുകൊണ്ട് ഇവനത് അർഹിക്കുന്നതും പറഞ്ഞ് അവനെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ട് വരുന്നതും മാർക്കോവിച്ചും ആളുകൾ അകത്തേക്ക് വന്നിട്ട് അവര് പെട്ടെന്ന് ഇവരെ കണ്ട് ഷൂട്ട് ചെയ്യാണ്. അത് നിർത്താതെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ദേവോറ അയാളുടെ മകനെ പിടിച്ചവിടേക്ക് ഇരുത്തിയിട്ട് നിന്റെ അച്ഛനോട് ഷൂട്ട് ചെയ്യുന്നത് നിർത്താൻ പറയും. അങ്ങനെ ഇത് കാണുമ്പോൾ അയാൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നത് നിർത്തിയിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരോട് ദേവോറ രക്ഷപ്പെട്ട് പോകാനായിട്ട് പറയുന്നതും നമ്മുടെ ഹീറോയിൻസ് എല്ലാം അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലേക്ക് വരികയാണ്. പക്ഷെ ആ ഒരു ബിൽഡിംഗ് വിട്ട് അവർ ഇതുവരെയും വെളിയിലേക്ക് പോയിട്ടില്ല. എന്നിട്ടാണ് ദേവോറ പാഷനെയും പിടിച്ചിട്ട് നേരെ പടിയുടെ അടുത്തേക്ക് വന്ന്, എനിക്കൊരു പ്രതികാരമുണ്ട്, നീ കുട്ടിക്കാലത്ത് എന്നോട് ചെയ്തൊരു പ്രതികാരം, അന്നൊരു രാജ്ഞിയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഡാൻസ് കളിക്കാനുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത്, അത് നശിപ്പിച്ചത് നീയാണ്, നീ അന്നെന്റെ കാലെടുത്തില്ലായിരുന്നുണ്ടെങ്കിലേ ഞാൻ ഇന്ന് വേറൊരു നിലയിലെത്തിയാനെ എന്നും പറഞ്ഞ് അവള് പാഷയെ തള്ളി താഴേക്കിട്ടിട്ട് പതിയെ പതിയെ താഴേക്ക് നടന്നു വന്ന് ഇതിനകത്തെല്ലാം ബോംബ് വെച്ചേക്കാണല്ലോ, അതിന്റെ റിമോട്ട് കയ്യിൽ പിടിച്ചിട്ട് ഇതാണ് എന്റെ പ്രതികാരം എന്ന് പറഞ്ഞ ആ ഒരു റിമോട്ടിലേക്ക് പിടിച്ച് പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു ബിൽഡിങ്ങിനകത്തുള്ള ബോംബുകളെല്ലാം പൊട്ടിത്തെറിച്ച് അതിനകത്തുള്ള എല്ലാവരും മരിക്കുന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ ഹീറോയിൻസ് ആ ബിൽഡിങ്ങിൽ നിന്ന് നേരെ താഴേക്ക് ചാടി അവരും ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ബോംബെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ വില്ലന്മാര് വന്ന വണ്ടിയും അതേപോലെ തന്നെ 2-3 ബൈക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവർക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ല, പക്ഷേ ആ ബൈക്ക് ഓടിക്കാൻ അറിയാം. അതുകൊണ്ട് എല്ലാവരും ഹെൽമെറ്റ് എല്ലാം എടുത്തിട്ട് ആ 2 ബൈക്കുകളും എടുത്ത് ഇവർക്ക് ആ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് പോവാണ്. അങ്ങനെ എല്ലാവരും ബൈക്കും എടുത്ത് നേരെ ആ കാട് വഴി തന്നെ പോകുന്നുണ്ട്. അപ്പൊ ഇവരെ ഇവിടെ ഇറക്കി വിട്ട ആ ഒരു ബസ്സുകാരനാണല്ലോ അയാളൊരു വല്ലാത്ത രീതിയിൽ ഇവരെ നോക്കാണ്, ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ ഇവർ 5 പേരും അതേ വേഷത്തിൽ തന്നെ നേരെ സിറ്റിയിലേക്ക് വന്നിട്ട് ആ ഒരു വലിയ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് വന്ന്, ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാം ഉണ്ട്, കുറച്ച് ലേറ്റ് ആയി പോയി എന്നെല്ലാം പറയുമ്പോൾ ആ റിസപ്ഷനിൽ നിൽക്കുന്ന ലേഡി ഇവരുടെ രൂപം തന്നെ കണ്ടിട്ട് അവരന്തം വിട്ടിങ്ങനെ നോക്കാണ്. എന്തായാലും ഇവരെ ഡാൻസ് കളിക്കാനായിട്ട് അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ 5 പേരും ആ സ്റ്റേജിലേക്ക് കയറി ഇത്രയും കാലം അവർ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് അവർ പഠിച്ച ആ ഒരു ഡാൻസ് ഇവിടെ അവർ പെർഫോമൻസ് ചെയ്യുന്നു. എന്തൊക്കെയായാലും അവർ ആ ഒരു രീതിയിൽ തന്നെ നിന്നിട്ട് നല്ലതുപോലെ അത് കളിക്കുന്നുണ്ട്. നമ്മുടെ പ്രിൻസിനും ബോൺസിനും ഒരിക്കലും തെറ്റുന്നതുമില്ല. അവരത് കളിച്ച് പൂർത്തിയാക്കുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെയുള്ള സിനിമകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് SR വോയിസ് മൂവി എക്സ്പ്ലെയിൻ എന്ന നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.